Good morning children. Today we can study division. അപ്പോൾ നമുക്ക് ഡിവിഷൻ പഠിക്കുന്നത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ഡിവിഷനും സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ നന്നായിട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണയായിട്ട് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ അപ്രോക്സിമേറ്റ് ആൻസർ നമ്മൾ ആദ്യം നോക്കണം, കണ്ടുപിടിച്ച് വെക്കണം. ആദ്യം ഫസ്റ്റ് നമ്മളത് കണ്ടുപിടിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കണം. അപ്രോക്സിമേറ്റ് വാല്യൂ മീൻസ് approximation is an estimate for an amount that is almost close to the actual answer or amount. അതായത് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആൻസറിനോട് ഏകദേശം അടുത്ത് വരുന്ന ഒരു ആൻസർ ആയിരിക്കും എന്ത് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്രോക്സിമേഷൻ ഈസ് ആൻ എസ്റ്റിമേറ്റ്. നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എസ്റ്റിമേറ്റ് റെഡിയാക്കാറുണ്ട് അല്ലേ? അപ്പോൾ പേരൻസിനോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം എസ്റ്റിമേറ്റ് റെഡിയാക്കും. അതായത് ഏകദേശം എത്ര എമൗണ്ട് ആകും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് വയ്ക്കാൻ എത്ര എമൗണ്ട് ആകുമെന്ന് ആദ്യം കണക്ക് കൂട്ടി വെക്കും. അല്ലാതെ ഒരു കണക്കൂട്ടലില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടുമായിട്ട് ക്ലോസ് ആകുന്ന രീതിയിൽ നമ്മളൊരു എസ്റ്റിമേഷൻ റെഡിയാക്കും. അതായത് നമുക്ക് ചിലവാകേണ്ടാത്ത തുകയുടെ ഏകദേശം അടുത്ത വാല്യൂ ആയിരിക്കും. അല്ലാതെ കറക്റ്റ് അത്രയും തന്നെ ആവണമെന്നില്ല. അതിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും എപ്പോഴും എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് അപ്രോക്സിമേഷൻ. So approximation is an estimate for an amount that is almost close to the actual answer or amount. അപ്പോൾ കറക്റ്റ് ആൻസറിനോട് അടുത്ത് നിൽക്കുന്നതിനാണ് അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ആദ്യം എന്ത് ചെയ്യണം, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഒരു റഫായിട്ടുള്ളൊരു ആൻസർ ആദ്യം കണ്ടുപിടിക്കണം. നമ്മുടെ ആക്ച്വൽ ആൻസർ അതിനോട് അടുത്താണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ 387 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് അറിയാം 387 നമ്മൾ നേരത്തെ റൗണ്ടിങ് നമ്പേഴ്സ് പഠിച്ചതാണ്. 387 100ലോട്ട് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എത്ര കിട്ടും? 400 അല്ലേ? 387 100ലേക്ക് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 400. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ 400 എടുക്കാം. 400 ഡിവൈഡഡ് ബൈ 4. നമുക്ക് സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 in 4 1 ടൈം അല്ലേ? 4 in 4 1 ടൈം. പിന്നെ ഞാൻ 2 zeros കൂടെ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ 400 how many times? 100 times. 4 40 10 times. 4 times are 40. 4 into 100 ആണ് 400. ഓക്കെ, അപ്പോൾ 100 നമുക്ക് കിട്ടി. ആൻസർ ഈസ് 100. ഓക്കെ, പിന്നെ നമുക്ക് കറക്റ്റ് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാം. 387 ഡിവൈഡഡ് ബൈ 4. 4ന്റെ ടേബിൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 4 1 is 4, 4 2s are 8, 4 3s are 12, 4 4s are 16, 4 5s are 20, 4 6 are 24, 4 7s are 28, 4 8s are 32, 4 9s are 36. 4 9s are 36. 4 9s are 36. Then 8 minus 6. 8 minus 6 is 2. Then 7 is bring down. Then we will get here 27. We know that 4 7s are 28. 4 6 are 24. 4 6 are 24. Remainder is 3. So we can say that 96 is the quotient. This answer is called the remainder. അപ്പോൾ നമുക്ക് ഈ 387 എത്രയുണ്ട് അത് പറയാമോ? അതൊന്നും പറയാം. ഇതാണ് ഡിവിഡൻഡ്. ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പർ എന്ന് പറയുന്നത് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ഡിവൈസർ. ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്
ഡിവൈസർ. പിന്നെ നമ്മൾ വേണ്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കോഷ്യൻ, പിന്നെ ബാലൻസ് വരുന്ന എന്ന് പറയുന്നതാണ് ശിഷ്ടം. ശിഷ്ടം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ള ആൻസർ എന്ന് പറയുന്നത് റിമൈൻഡർ. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 96 കോഷ്യൻ, 96 ആൻഡ് റിമൈൻഡർ 3. അപ്പൊ നമ്മൾ 100 ഏകദേശം അടുത്ത് നിൽക്കുമല്ലേ, അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. 387 divided by 4. 3 4 in 38, 9 times 9 4s are 36. 9 4s are 9 table 4 table നോക്കണം. 4 9s are 36. അതാണ് 38ന്റെ താഴെ എഴുതുന്നത്. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. 8 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 2. 3 minus 3 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. Then 7 bring down. അപ്പോൾ നമുക്ക് 27 കിട്ടി. 4 6 are 24. 6 എഴുതുക. 4 6 are 24 എന്നുള്ളത് ഇതിന്റെ താഴെ എഴുതുക. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 7 minus 4 is equal to 3. 7 minus 4 is equal to 3. 2 minus 2 is equal to 0. 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് quotient 96 is the quotient as remainder 3. Okay. Then exercise 4.4, page number 107. First question, give approximate answers for the following. The correct answer ആണ് ചോദിച്ചിരിക്കുന്നത്. approximate answers. ഇപ്പം 215 നമ്മൾ ക്ലോസ് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 100ലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 200. അപ്പോൾ നമുക്ക് ആദ്യം 200 ഡിവൈഡഡ് ബൈ 3 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. 215ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ റൗണ്ടിങ് ടു 200. നമ്മൾ 100ലേക്ക് റൗണ്ട് ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ 250 ഇങ്ങോട്ടാണ് റൗണ്ട് ചെയ്തത്. 200 കിട്ടും. 250. ഇപ്പോൾ 250 ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് റൗണ്ട് ചെയ്തത്? 300ലേക്ക് റൗണ്ട് ചെയ്യുന്നു. 250 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 200 ഡിവൈഡഡ് ബൈ 3 കണ്ടുപിടിക്കും. 200 ഡിവൈഡഡ് ബൈ 3. 3യുടെ ടേബിൾ നോക്കുന്നുണ്ടോ? സിമ്പിൾ ആണല്ലോ. 3 1 is 3, 3 2s are 6, 3 3s are 9, 3 4s are 12, 3 5s are 15, 3 6 are 18, 3 7s are 21. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 20 ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുന്നത്? 3 6 are 18, 3 6 are 18. 20 minus 18 എത്ര കിട്ടും? 18 19 20. 20 minus 18 is 2. Then 0 bring down. Again നമുക്ക് കിട്ടിയത് 20 തന്നെയാണ്. നമുക്കറിയാം 3 in 20 how many times? 3 in 20 is 6 times. 6 3s are 18. Here also the remainder is 2. So what is the answer? Quotient is equal to 66. Remainder is equal to 2. Okay. Another one, 386 divided by 5. 386 divided by 5. അപ്പോൾ 386 100ലേക്ക് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 400. അപ്പോൾ നമുക്ക് 400 ഡിവൈഡഡ് ബൈ 5 അത് നോക്കാം. 400 ഡിവൈഡഡ് ബൈ 5. divided by 5. നമുക്കറിയാം 8 5s are 5 1 is 5, 5 2s are 10, 5 3s are 15, 5 4s are 20, 5 5s are 25, 5 6 are 30, 5 7s are 35, 5 8s are 40. 5 8s are 40. ഇവിടെ 8 times. അപ്പോൾ 400 80 times. നമുക്ക് ആൻസർ എത്രയാണ്? 80. 400 ഡിവൈഡഡ് ബൈ നമുക്കറിയാം 8 5s are 40. So 80 5s are 400. Okay. So the answer is 80. Then next one, 189 divided by 4. 189 divided by 4. ഇപ്പോൾ നമുക്ക് 0 വരുന്ന കേസസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കേണ്ടത് ഇപ്പം അതിന് മുമ്പുള്ള എല്ലാ നമ്പറിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ
സാധിച്ചു, റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ ആ ആൻസറിൽ കോഷ്യനിൽ നമ്മൾ ആ ബാക്കി വരുന്ന സീറോസ് കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായിരിക്കും ആൻസർ. ഇപ്പോൾ 448 ടൈംസ് ഇപ്പോഴാണ് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി സീറോ അവിടെ കിടക്കുവാണ്. ഇപ്പോൾ ആ സീറോ കൂടെ നമ്മൾ ആ കോഷ്യനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അത് കറക്റ്റാണോ നമ്മൾ എന്ത് ചെയ്യണം, ആ കോഷ്യന്റിനെയും ഡിവൈസറിനെയും കൂടെ എന്ത് ചെയ്യണം, 8 5 40, പിന്നെ ആ സീറോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 400 എന്നായില്ലേ. യെസ്. Then next one 189 divided by 4. 189 100ലേക്ക് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 200. 200 divided by 4. 200 divided by 4 ആണ് നമ്മൾ എടുക്കുന്നത്. Divided by 4. അപ്പോൾ നമുക്ക് 4ന്റെ ടേബിൾ നോക്കാം. 4 1 is 4, 4 2s are 8, 4 3s are 12, 4 4s are 16, 4 5s are 20. 4 5s are 20. പിന്നെ അവിടെ സീറോ അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് ആൻസറിൽ ആ സീറോ ഉള്ളത് 2. സോ ദ ആൻസർ ഈസ് 50. 200 divided by 4 is 50. ഓക്കെ. പിന്നെ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് അതേ സെയിം നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആൻസേഴ്സ് കണ്ടുപിടിച്ചു. ഇനി കറക്റ്റ് ആൻസർ, ആക്ച്വൽ ആൻസർ ഇതിൻ്റെ ഏതാണെന്ന് നോക്കണം. Now work out the same and compare them with your approximation. അപ്പം നിങ്ങളുടെ അപ്രോക്സിമേഷനും ഈ ആൻസറുമായിട്ട് എന്തുമാത്രമാണ് നമുക്കത് കമ്പയർ ചെയ്യും. ഏതാണ് വലുതെന്നോ അല്ലെങ്കിൽ അതിനോട് കറക്റ്റ് അടുത്താണ് ശരിക്കും ക്ലോസർ ആയിട്ടുള്ള ആൻസറാണോ നമുക്ക് കിട്ടിയതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 387 divided by 215 divided by 3 എത്രയാണ് കിട്ടിയത് അത് ഓർക്കുന്നുണ്ടോ? 215 divided by 3 അതാണ് 200 divided by 3 എത്രയാണ് കിട്ടിയത് ഓർക്കുന്നുണ്ടോ? കോഷ്യൻ 66, റിമൈൻഡർ 2 അല്ലേ? നേരത്തെ നമ്മൾ ചെയ്താൽ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയത് കോഷ്യൻ്റെ 66ഉം റിമൈൻഡർ 2ഉം ആയിരുന്നു അല്ലേ? അപ്പോൾ സെക്കൻഡ് ആൻസർ കിട്ടിയത് കോഷ്യൻ്റെ 80, തേർഡ് ആൻസർ 50. ഇനി നമുക്ക് ആ കറക്റ്റ് ആൻസറുമായിട്ട് നോക്കാം. നമുക്ക് 215നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ. 215 divided by 3. 3 7s are 3 6 are 18, 3 7s are 21. Then 5 bring down. 3 in 5 110. Okay. 3 1 is 3. Remainder 5 minus 3 is 2. Now നമ്മുടെ അപ്രോക്സിമേഷൻ എത്രയായിരുന്നു? 66 ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 71. Okay. Next one 386. 386 divided by 5. 5 7s are 35. 5 7s are 35. Again 8 minus 5 is 3. Then 6 bring down. Again 7 5s are 35. Remainder is 1. 6 minus 5 is 1. അപ്പോൾ നമുക്ക് കിട്ടിയ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയായിരുന്നു? 80. ഇവിടെ കിട്ടിയ ആൻസർ 71ഉം ഇവിടെ കോഷ്യൻ റിമൈൻഡറും ഉണ്ട്. റിമൈൻഡർ ഈസ് 1. Then third one 189 divided by 4. 4 4s are 16. Right. 4 4s are 16. 8 minus 6 is 2. 29. 4 7s are. We know that 4 7s are 28. So 9 minus 8 is equal to 1. The quotient 47. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയത് 50. ഇപ്പോൾ ഏകദേശം അവിടുത്തെ ആൻസർ നമുക്ക് കിട്ടിയത്. ഇവിടെ മാത്രമല്ല ഡിഫറൻസ് 5ന്റെ ഡിഫറൻസ് വന്നു. ഇവിടെ രണ്ടും 3യുടെ ഡിഫറൻസ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കതൊന്ന് ബോക്സിൽ സെപ്പറേറ്റ് എഴുതി നോക്കാം. നമ്പർ first one 250 divided by 3, then 389 divided by 5, 189 divided by 4.
ഇവിടെ നമുക്ക് കിട്ടിയ കറക്റ്റ് ആൻസർ ഏതാണ്? പോർഷൻ 31, റിമൈൻഡർ 2. നെക്സ്റ്റ് വൺ പോർഷൻ 77, റിമൈൻഡർ 1. ലാസ്റ്റ് വൺ പോർഷൻ 47, റിമൈൻഡർ 1. നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയായിരുന്നു? ഫസ്റ്റ് വന്നത് 66, പോർഷൻ 66, റിമൈൻഡർ 2. റിമൈൻഡർ രണ്ടിനും സെയിം. പിന്നെ ഇവിടെ കിട്ടിയത് പോർഷൻ 80, റിമൈൻഡർ 0 ആയിരുന്നു. 0 ഉള്ള കേസസ് നമ്മൾ എഴുതാറുണ്ട്. ദെൻ പോർഷൻ 50. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? ഇവിടെ ഡിഫറൻസ് 5. 71 മൈനസ് 66, 66, 67, 68, 69, 70, 71. 5 ആണ് ഡിഫറൻസ്. ഡിഫറൻസ് 5. ഇവിടെ 80 മൈനസ് 77, 77, 78, 79, 8, 3. ഇവിടെയും 3, 47, 48, 49, 50. ഇവിടെ ഫസ്റ്റ് നമ്മുടെ കറക്റ്റ് വാല്യൂ ഇപ്പോൾ 71 നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂത്തിനേക്കാളും വലുതാണ്. ബാക്കിയുള്ള കേസസിൽ നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂക്കാളും സ്മോളറാണ് കറക്റ്റ് വാല്യൂ. ഇവിടെ എന്താണ് നോക്കി? ഇവിടെ നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഇത് കറക്റ്റ് വാല്യൂ. അത് ഇവിടെ കറക്റ്റ് വാല്യൂ കേക്ക്. ഇവിടെ രണ്ട് കേസസിലും കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂവിനേക്കാളും സ്മോൾ. ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.